പ്രിയമുള്ളവരെ, ഇന്ന് കേരള മനസ്സാക്ഷിയെ നടുക്കിയ ഒരു ദാരുണമായ സംഭവം അറിഞ്ഞാണ് ഇന്ന് കേരളം ഉണർന്നത്. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ നെടുമങ്ങാട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഇതൊക്കെ കാണുമ്പം സാധാരണ ആൾക്കാർ ചെയ്യുന്നത് എന്താ? കേൾക്കുന്നവർ ഞെട്ടുന്നു, സ്വാഭാവികം. അറിയുന്നവർ ഞെട്ടുന്നു. പിന്നീട് പലരും ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും അവരുടെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം പോസ്റ്റ് ഇടുന്നു, കുഞ്ഞേ മാപ്പ്. ഈ കുഞ്ഞിന് ഈ പൊതുസമൂഹത്തിൻ്റെ മാപ്പ് എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഈ ഷെയർ അല്ല വേണ്ടി. അതുകൊണ്ട് ആ കുഞ്ഞിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടായിട്ടും നിഷേധിക്കപ്പെട്ട, അങ്ങനെ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയൊരു കൊച്ചിന് ഈ ജനകോടികളുടെ മാപ്പ് എന്നുള്ള സോഷ്യൽ മീഡിയയിലെ വെറും ഷെയറുകൾ കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. അതിന് പകരം ഇവിടുത്തെ സിസ്റ്റം കുറേയും കൂടെ ഫലപ്രാപ്തിയോടുകൂടി കാര്യങ്ങളെ ചെയ്താൽ, ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്താൽ ഇവിടെ കൃത്യമായിട്ട് ഓരോ ചൈൽഡ് പ്രൊട്ടക്ഷൻ അതുമായി ബന്ധപ്പെട്ട സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കൃത്യമായ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലെന്നുള്ളതല്ല, കേരളത്തിലും ശിശുക്ഷേമ വകുപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഒരു വകുപ്പിന് മന്ത്രിയൊക്കെ ആയിട്ടുള്ളപ്പോൾ അതിനെ കുറച്ചും കൂടി വിശാലമായ തലത്തിൽ കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം പൊതുജനത്തിന് കൊടുക്കുക. അതുവഴി നമ്മുടെ മറ്റ് പല എമർജൻസി നമ്പറുകളും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നമ്പർ അത് പലയിടത്തും ഉണ്ടാവാം. ഇപ്പോഴും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അപ്പോഴും ഇതെല്ലാം ഉണ്ടാവാം, അല്ലേ ഉണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിലുള്ള ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നാൽ ഇനിയും ഇങ്ങനെയുള്ള മറ്റ് കുഞ്ഞുങ്ങൾക്ക് വരാനിരിക്കുന്ന ഇങ്ങനത്തെ സാഹചര്യങ്ങളെ തടയാൻ ഇനിയും ഇതുപോലെ നമ്മളിത് ആദ്യമായിട്ടല്ലല്ലോ. ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞ് ഞെട്ടാറുണ്ട്. ഞെട്ടിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ. ഈ ഞെട്ടൽ കൊണ്ടോ ഷെയർ കൊണ്ടോ ഒരു ഗുണം ഉണ്ടാകാതെ എന്ത് ഗുണപരമായി ഇതിനെ തടയാൻ പറ്റുമെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് സർക്കാരിനെ ഉണർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാതിരിക്കാനും കുറച്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താനും അത് കാരണമാകും. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇവർക്ക് ടി വിയിലൂടെ ഇപ്പം ഇലക്ഷൻ്റെ സമയത്തൊക്കെ പലപ്പോഴും സർക്കാരിൻ്റെ പരസ്യങ്ങൾ ടി വി കൊടുക്കാറുണ്ട്, പത്രങ്ങളിലൂടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാത് വകുപ്പ് വെറും 1 മിനിറ്റത്തെ ഒരു പരസ്യം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വിളിച്ച് ചെയ്യിച്ചാൽ അവർ ഇതുപോലെ സാമൂഹ്യ ബോധമുള്ള സെലിബ്രിറ്റികൾ പൈസ പോലും മേടിക്കാതെ 1 മിനിറ്റത്തെ ഒരു പരസ്യമൊക്കെ ഇതിനു വേണ്ടി ചെയ്യും. അങ്ങനെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ, ടി വിയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയും ഒരു അവയർനെസ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. എവിടെയെങ്കിലും പിള്ളേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് ആർക്കെങ്കിലും കിട്ടിയാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കുക. ഇപ്പം സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെ പലപ്പോഴും സംഭവിക്കുന്നതായിട്ടും രണ്ടാനച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സംഭവിക്കുന്നതായിട്ടൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അയലോക്കത്തുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും ബന്ധത്തിലുള്ളവർക്കും വല്യപ്പന്മാർക്കും ഉൾപ്പെടെ പലർക്കും ഇതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമികമായിട്ട് പലർക്കും ഈ സംഭവം കഴിയുമ്പോൾ പലർക്കും അറിയാം, അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. ഇത് ആ ഘട്ടത്തിൽ അവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടത്തക്ക രീതിയിലുള്ള അവയർനെസ് കൊടുക്കുകയും അവർക്കത് കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അയലോക്കത്തുള്ളവർക്കും ഒക്കെ പറ്റും, ആർക്കും പറ്റും. ഒരു കുഞ്ഞിനെ സ്ഥിരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള, സ്വന്തം ഭവനത്തിലാണ് സ്ഥിരമായി പീഡിപ്പിക്കപ്പെടുന്നു, അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ അവയർനെസ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ അവയർനെസ്സും ആ നമ്പരും എപ്പോഴും അവൈലബിളായിട്ട് മനുഷ്യന് കിട്ടുകയാണെങ്കിൽ ആ വകുപ്പ് ഏകോപിപ്പിച്ച്, ആ മന്ത്രിയെ ഏകോപിപ്പിച്ച്, ഇപ്പം നമ്മുടെ നാട്ടിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുമ്പം ഈ മാധ്യമങ്ങളൊക്കെ അത് വകുപ്പിലെ മന്ത്രിയുടെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയും അതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ശിശുമരണം നടക്കുമ്പോഴും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയിലേക്ക് ഒരു ചോദ്യം ചെല്ലത്തക്ക തലത്തിൽ ഈ വകുപ്പിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കിനിയും മുതൽ അമ്മയെ മാപ്പ്, കുഞ്ഞേ മാപ്പ് എന്നുള്ള വാക്കുകൾക്ക് പകരം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിനെ കേരളത്തിലെ ഇന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ നിന്ന് രക്ഷിച്ച് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ള വാർത്ത കേട്ട് ഉടനാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നു,
ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുവഴി ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ഇത് ഗവൺമെൻറ് തലത്തിലും ഏത് അധികാരികളിലേക്കാണോ ഇത് എത്തേണ്ടത് അവിടേക്ക് എത്തക്കത്തക്ക രീതിയിൽ ഇത് കേൾക്കാനും ഷെയർ ചെയ്യാനും തയ്യാറായിക്കൊണ്ട് ഈ പൊതു ആപത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ ഒരു പ്രചോദനമായി തീരാൻ തക്കവണ്ണം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തിക്കണമെന്ന് മാത്രമാണ് ഒരു അപേക്ഷ. ഇനി ഇങ്ങനെയൊന്ന് കേൾക്കാതിരിക്കട്ടെ.